കൊച്ചിയിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെ കേസ്. ഫോർട്ട് കൊച്ചി പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. ഫോർട്ട് കൊച്ചി മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. അടുത്തിടെ ഇവിടെ വഴിയാത്രക്കാർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. കോഴിക്കടയിലെ അവശിഷ്ടമായിരുന്നു നായ്ക്കൾക്ക് കൊടുത്തത്. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഒരു വശത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. നമുക്കറിയാം തെരുവുനായ ശല്യം എത്രത്തോളം രൂക്ഷമാണെന്ന്. ഇതുപോലുള്ള കോഴി മാലിന്യങ്ങൾ, കോഴിക്കടയിലെ അവശിഷ്ടങ്ങൾ അത് തെരുവുനായ്ക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ മാലിന്യം തള്ളാനുള്ളൊരു സാഹചര്യം. 2, ഈ തെരുവുനായ്ക്കൾ അവിടെ തന്നെ തമ്പടിക്കും. അതുപോലുള്ള വഴിയാത്രക്കാരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഇത്തരം പരാതികൾ ഫോർട്ട് കൊച്ചിയിൽ പതിവായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മേഖലയിൽ വ്യാപകമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായ്ക്കളുടെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ 3ഓളം പേർക്ക് തെരുവായകളുടെ ആക്രമണമുണ്ടായ സാഹചര്യം, കടിയേറ്റ സാഹചര്യം. അതിലൊന്ന് അവിടെ ഈ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ച്, ആ വളപ്പിനകത്ത് വെച്ചായിരുന്നു എന്ന് കൂടി ഓർക്കുക. കാരണം അത്ര കണ്ട് ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഒരു ടൂറിസം പ്രദേശം കൂടിയാണ് മേഖല എന്നെല്ലാം തന്നെ പറയുന്ന ഒരിടമാണ് ഫോർട്ട് കൊച്ചി എന്നെല്ലാം പറയുന്നത്. അവിടെയാണ് ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ കൂട്ടമായോ ഒറ്റയ്ക്കായോ എല്ലാം തന്നെ തെരുവ് നായ്ക്കൾ അലയുന്നത്. ഇതിനെതിരെ പരാതി പറയുകയും ഇതൊന്ന് അമർച്ച ചെയ്യണം, അത് ഏത് രീതിയിൽ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്കോ മറ്റോ ആർക്കും തന്നെ ഒരു ഊഹവുമില്ലാത്ത രീതിയിൽ തന്നെ പോവുകയാണ്. അത് അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ അതിനെല്ലാം തന്നെ ഊട്ടി വളർത്തുക എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ഇതിനെ നമ്മൾ മൃഗസ്നേഹമൊന്നും അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുള്ള അനുകമ്പയൊന്നും കാണാൻ കഴിയില്ല. അവിടെ ഈ മാലിന്യം മറ്റൊരു രീതിയിൽ തീർത്തും അശാസ്ത്രീയമായിട്ട് കൊണ്ട് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യം ഒഴിവാക്കുക എന്നതെല്ലാം തന്നെയാണ് പറയാനായിട്ട് സാധിക്കും. ഇത്രയും ഈ അറവ് മാലിന്യം വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരെ പലതവണ ഇവരോട് ഇത് എങ്ങനെ ചെയ്യരുത് എന്നതെല്ലാം തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിനിടയിൽ ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഈ പലർക്കും തന്നെ കടിയേറ്റ സാഹചര്യം, ആക്രമണം നേരിട്ട സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് വീണ്ടും ഇതുപോലുള്ള ഈ അവശിഷ്ടം വിതരണം ചെയ്യുന്ന രീതി തുടർന്നത്. ഇത് ചിത്രങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. കണ്ടാൽ തിരിച്ചറിയുന്ന 2 പേര് എന്ന രീതിയിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഹൈക്കോടതി ഈ അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ അത് ഗൗരവതരം തന്നെയാണ്. കാരണം ഈ രീതിയിൽ ഇങ്ങനെ തെരുവ് നായ്ക്കളെ അത് അഴിച്ചുവിടുക, അതിന് ഭക്ഷണം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക, അതിന് ഏതെങ്കിലും ഒരു ഷെൽട്ടർ സ്ഥലത്ത് അതിന് ഭക്ഷണം നൽകുക എന്നതാണ് കൃത്യമായ രീതി. പക്ഷെ അല്ലാതെ ഇതിന് തെരുവിൽ തന്നെ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന രീതി, ആ രീതിയെല്ലാം അവലംബിച്ചാൽ ഇതിന് ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ അതിന് വിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ, അതും ഒരുപക്ഷെ മാലിന്യം എന്നെല്ലാം തന്നെ പറയാവുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുക. നാട്ടുകാർ പറയുന്ന ഈ ചോര പുരണ്ടായി ഇത്തരം ഭക്ഷണാവശിഷ്ടങ്ങൾ തന്നെ വിതരണം ചെയ്യുന്ന ഇതിൻ്റെ ഒരു ആക്രമണോത്സുകത എല്ലാം തന്നെ കൂട്ടുകയും ചെയ്യും. അത്തരം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികളുണ്ടാകും. ടോം. യെസ്, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെയാണ് പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. സ്പോട്ട്ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.